ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമി മലയാളം. ലേൺ എക്കണോമി മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ജെ കർവ്. ഇപ്പോൾ ജെ കർവ് എന്ന് പറയുന്ന ടോപ്പിക്ക് മെയിനായിട്ട് നമുക്ക് ഇന്റർനാഷണൽ ഇക്കണോമിക്സിൽ വളരെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു റോഡ് മാപ്പ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു കോണ്ടെക്സ്റ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ജെ കർവിൻ്റെ ആക്ച്വൽ മീനിങ്ങിലേക്കും അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നും ഒക്കെ മനസ്സിലാക്കുന്നു. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ മനസ്സിലാക്കിയതിന് ശേഷം അത് വേറെ ഏതൊക്കെ കോണ്ടെക്സ്റ്റിൽ, അതായത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് അല്ലാണ്ട്, ട്രേഡിൻ്റെ കോണ്ടെക്സ്റ്റ് അല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് മറ്റ് കോണ്ടെക്സ്റ്റുകളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, സോ തുടക്കത്തിൽ തന്നെ നമുക്ക് നോക്കാൻ പറ്റുന്നത് എന്താണ് ട്രേഡ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആക്ച്വലി. സോ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഒരു ഡൊമസ്റ്റിക് ഇക്കോണമി ഒരു ഫോറിൻ നേഷനുമായിട്ട് ഒരു പെർട്ടിക്കുലർ എഗ്രിമെന്റിൽ ഏർപ്പെടുന്നു. ആ എഗ്രിമെന്റ് പ്രകാരം ഈ ഡൊമസ്റ്റിക് എക്കോണമിയിൽ സർപ്ലസ് ആയിട്ടുള്ള എന്തെങ്കിലും കമ്മോഡിറ്റി അവർ ഫോറിൻ എക്കോണമിയിലേക്ക് കൊടുക്കുന്നു. ആൻഡ് ഫോറിൻ എക്കോണമിയിൽ സർപ്ലസ് വരുന്ന എന്തെങ്കിലും കമ്മോഡിറ്റി ഡൊമസ്റ്റിക് എക്കോണമിയിലേക്ക് കൊടുക്കുന്നു. സോ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ടും എക്സ്പോർട്ടിനെ പറ്റിയിട്ടും ഇമ്പോർട്ടിനെ പറ്റിയിട്ടുമാണ് സംസാരിക്കുന്നത്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. സോ ഇതാണ് മെയിൻ ആയിട്ടും ട്രേഡ് എന്ന് പറയുന്ന ആസ്പെക്റ്റിൽ വരുന്നത്. നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ടും പറയുമ്പോൾ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഗുഡ്സിന്റെ ടേംസിലാവാം, സർവീസിന്റെ ടേംസിലാവാം, നൗ ഇപ്പോൾ ടെക്നോളജിയുടെ ടേംസിലാവാം, അല്ലെ? ഇപ്പൊ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇന്ത്യ ഈസ് എക്സ്പോർട്ടിങ് സ്പൈസസ് ടു സബ് ഫോറിൻ നേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്താണ് ചെയ്യുന്നത്, ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പൈസസിനെ മറ്റ് നേഷൻസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് മറ്റ് നേഷൻസിൽ വിൽക്കുന്നു. ആൻഡ് ഇന്ത്യ ഈസ് ഇമ്പോർട്ടിങ് ഓയിൽ ഫ്രം ഫോറിൻ നേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്താണ് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു ഫോറിൻ നേഷനിൽ നിന്നും ഓയിൽ മേടിക്കുന്നു. സോ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്ത ഫോറിൻ നേഷനിലാണ്, അവിടെ നിന്ന് നമ്മൾ ഓയിൽ മേടിക്കുന്നു. സോ ദിസ് ഇസ് ഇറ്റ് ഓൾ അബൌട്ട് ട്രേഡ് ഇൻ ടേംസ് ഓഫ് ഗുഡ്സ്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് ഗുഡ്സിന്റെ ആസ്പെക്റ്റിൽ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ പറയാം. ഡെഫിനറ്റ്ലി ഇതിന്റെ ഇമ്പാക്ട് സർവീസസിലും വരും. ബട്ട് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ നമ്മൾ ഗുഡിനെ ഫോക്കസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഈ ട്രേഡ് ബാലൻസ് എന്ന് പറയുന്ന ഒരു ഐഡിയ പോസിബിൾ ആണോ അല്ലയോ എന്നാണ് ഇന്ന് നമ്മൾ ആദ്യം നോക്കുന്നത്. സോ മെയിനായിട്ടും നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതിനെയാണ്, അതായത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന കാശ്, ദിസ് ഇസ് വാട്ട് വി കോൾ ആസ് എക്സ്പോർട്ട് റെസീറ്റ്സ്. സോ ഇന്ത്യ സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഫോറിൻ നേഷൻ ഇങ്ങോട്ട് കാശ് തരേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് അവർക്ക് വിൽക്കുകയാണ്, നമ്മൾ സെല്ലറാണ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് കാശ് വരും. So what we will be getting in this context is called export receipts. നമുക്ക് export receipts കിട്ടും. അതേപോലെ നമ്മൾ ഒരു കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, മറ്റേതെങ്കിലും നേഷൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു കമ്മോഡിറ്റി നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ എന്താണ് അതിന് ഇമ്പോർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇമ്പോർട്ട് നടക്കുമ്പോൾ നമ്മൾ വി ആർ ആക്ച്വലി സപ്പോസ് ടു ഗീവ് മണി ടു എബ്രോഡ്, അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ഇമ്പോർട്ട് പേയ്മെന്റ്സ് എന്ന് പറയാം. അപ്പോൾ ഈ എക്സ്പോർട്ട് റെസീറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇൻഫ്ലോ ആണ്, നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന മണിയാണ്, അതാണ് ഇൻഫ്ലോ. മണി ഈസ് കമ്മിങ് ടു ഇന്ത്യ. ഇമ്പോർട്ട് പേയ്മെന്റ് എന്ന് പറയുമ്പോൾ അതൊരു ഔട്ട്ഫ്ലോ ആണ്, നമ്മുടെ കയ്യിൽ നിന്നും കാശ് ഒരു ഫോറിൻ നേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, as far as every nation is concerned, നമുക്ക് ഈ ഇൻഫ്ലോ കൂട്ടുന്നതാണ് നമുക്ക് ഇഷ്ടം, ആൻഡ് ഔട്ട്ഫ്ലോ കുറയ്ക്കുന്നതാണ് നമുക്ക് ഇഷ്ടം. സോ എക്സ്പോർട്ട് റെസീറ്റ്സ് എപ്പോഴും കൂട്ടാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്, ഇമ്പോർട്ട് പേയ്മെന്റ്സ് എപ്പോഴും കുറയ്ക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. ഏതൊരു രാജ്യവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ മോസ്റ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നുകിൽ എക്സ്പോർട്ട് റെസീറ്റ്സ് എന്ന് പറയുന്നത് വുഡ് ബി ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട് പേയ്മെന്റ്. ചില നേഷൻസിന് ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, എക്സ്പോർട്ട് റെസീറ്റ്സ് ഇമ്പോർട്ട് പേയ്മെന്റ്സിനെക്കാട്ടിൽ കൂടുതൽ. സോ ദിസ് ഈസ് എ പ്രിഫറബിൾ തിങ്. ഇതാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇത് എപ്പോഴും ഇങ്ങനെ നടക്കണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇമ്പോർട്ട് പേയ്മെന്റ്സ് ആണ് എക്സ്പോർട്ട് റെസീറ്റ്സിനേക്കാൾ കൂടുതൽ. ഇമ്പോർട്ട് പേയ്മെന്റ്സ് ആണ് എക്സ്പോർട്ട് റെസീറ്റ്സിനെക്കാട്ടും കൂടുതൽ. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, കൂടുതൽ കാശ് നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുക്കണം. ഔട്ട്ഫ്ലോ ആണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ
മിക്കവാറും നമുക്ക് ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും അല്ലെങ്കിൽ എക്സ്പോർട്ട് റെസീറ്റ്സും ഇമ്പോർട്ട് പേയ്മെന്റ്സും സെയിം ആയിട്ട് വരുന്ന കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് ആണ്. സോ മോസ്റ്റ്ലി ഈ രണ്ട് സിറ്റുവേഷൻസും ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഇന്ത്യ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇമ്പോർട്ട് പേയ്മെന്റ്സ് ഇസ് മോർ ദാൻ എക്സ്പോർട്ട് റെസീറ്റ്സ്. സോ ഇതാണ് മെയിൻ ആയിട്ടും നമ്മൾ ട്രേഡ് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് ആണ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഈ ട്രേഡ് റിലേഷൻസിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ പല രാജ്യങ്ങളും ഈ ട്രേഡ് റിലേഷൻസിൽ ഏർപ്പെടുമ്പോൾ അവിടെ വരുന്ന മറ്റൊരു കാര്യമാണ് എക്സ്ചേഞ്ച് റേറ്റ്. എക്സ്ചേഞ്ച് റേറ്റ് ഇപ്പൊ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്? സോറി, എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് അറ്റ് വൺ നേഷൻസ് കറൻസി ഈസ് എക്സ്ചേഞ്ച് ഫോർ അനദർ നേഷൻസ് കറൻസി. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ടും ഒരു പെർട്ടിക്കുലർ കറൻസിയെ ഇന്റർനാഷണൽ ലെവലിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കറൻസി ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് മോസ്റ്റ്ലി നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ ട്രേഡ് റിലേഷൻസ് എല്ലാം നടത്തുമ്പോൾ ആ ഒരു നേഷന്റെ കറൻസിയുടെ വാല്യൂവിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ നേഷന്റെ കറൻസിയുടെ വാല്യൂവിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഇത് എല്ലാ സമയത്തും ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ നേഷന്റെ കറൻസിയെ തന്നെ എടുത്തിട്ട് തന്നെ മുന്നോട്ട് അതിനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോകും എന്നല്ല പറയുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് ഒരുപാട് ഡെവലപ്മെന്റ്സ് നമ്മുടെ ലോകത്ത് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ US ഡോളർ ആയിരുന്നു ഇപ്പോഴും ഇന്റർനാഷണൽ ട്രേഡിൽ ഒരു സ്റ്റാൻഡേർഡ് കറൻസി ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് റിലേഷൻസ് എപ്പോഴും നടത്തുമ്പോഴും നമ്മൾ ഡോളേഴ്സിന്റെ ടേംസിലാണ് പേയ്മെന്റ് നടത്തുന്നതും കറൻസി റിസീവ് ചെയ്യുന്നതും ഒക്കെ. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത് എല്ലായ്പ്പോഴും. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾക്ക് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുപാട് റീജിയണൽ ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്, ഒരുപാട് ഇക്കണോമിക് ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ആ ഓർഗനൈസേഷനിൽ ഏതെങ്കിലും ഒരു മെമ്പർ നേഷന്റെ കറൻസി എടുത്തിട്ട് അത് എത്രമാത്രം സ്റ്റേബിൾ ആണ് ഇന്റർനാഷണൽ ലെവലിൽ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതായത് ആ എല്ലാ മെമ്പർ നേഷൻസിന്റെ ആ ഒരു ഓർഗനൈസേഷൻ എടുത്തിട്ട് ആ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ മെമ്പർ നേഷൻസിന്റെയും കറൻസി എടുത്തിട്ട് നോക്കുന്നു. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ ലെവലിൽ സ്റ്റേബിൾ ആയിട്ട് വരുന്നത്, സ്റ്റെബിലിറ്റി ഉള്ള കറൻസി ഏതാണ്, ഏത് കറൻസിക്കാണ് ലെസ് ഫ്ലക്ച്വേഷൻസ് വരുന്നത്. എന്നിട്ട് അതിന്റെ ടേംസിൽ ട്രേഡ് റിലേഷൻ അവർ ആ ഗ്രൂപ്പിന്റെ അകത്ത് തന്നെ നടത്തുന്ന പ്രവണതയൊക്കെ നമുക്ക് കണ്ടുവരുന്നുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് മെയിനായിട്ട് ഞാൻ ഡോളറിന്റെ കേസിൽ കണക്ട് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. സോ ഇറ്റ് വിൽ ബി വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് ആണ് അതിനെ ബേസ് ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് എപ്പോഴും ട്രേഡ് റിലേഷൻസിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഫാക്ടറാണ്. കാരണം നമുക്ക് നമ്മുടെ ഡൊമസ്റ്റിക് നേഷനിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിലാണ് അല്ലെങ്കിൽ നാഷന്റെ അകത്ത് തന്നെയാണ് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നതും വാങ്ങുന്നതും ചെയ്യുന്നത്. എന്നാൽ എന്താണ് നമുക്ക് എക്സ്ചേഞ്ച് റേറ്റിന്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല. കാരണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മൾ ഇവിടെ തന്നെ വിൽക്കുന്നു, നമ്മൾ ഇവിടെ നിന്ന് മേടിക്കുന്നു, നമ്മൾ ഇവിടെ വെച്ച് തന്നെ കൺസ്യൂം ചെയ്യുന്നു. സോ അവിടെ ഒരു എക്സ്ചേഞ്ച് റേറ്റിന്റെ കാര്യം വരുന്നില്ല. ഡയറക്ട്ലി സ്പീക്കിംഗ് എക്സ്ചേഞ്ച് റേറ്റിന്റെ കാര്യം അവിടെ വരുന്നില്ല. ഡെഫിനറ്റ്ലി ഇൻഡയറക്ട്ലി അവിടെ ഒരുപാട് ഇമ്പാക്ട് വരുന്നുണ്ട്. പക്ഷെ അതിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. കാരണം റോ മെറ്റീരിയൽസ് ഒക്കെ ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്തതായിരിക്കും. ഈ ഫൈനൽ ഗുഡ്സ് ആണ് നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ചിലപ്പോൾ ഇമ്പോർട്ട് ചെയ്തതായിരിക്കും. അപ്പൊ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് പോകണ്ട. നമ്മൾ വളരെ ലൈറ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ട് കാര്യം എന്താണെന്നാണ് മനസ്സിലാക്കാനാണ് പോകുന്നത്. ജേക്കബ് ഇഫക്റ്റ്. അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ നേഷന്റെ കറൻസിയുടെ വാല്യൂവും നമ്മൾ ഏത് നേഷന്റെ കറൻസിയാണ് സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിരിക്കുന്നത് ആ കറൻസിയുടെ വാല്യൂമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പൊ നമ്മള് ഒരു ജാനുവരി 2024 കേസ് എടുത്തിട്ടും ഡിസംബർ 2024 കേസ് എടുത്തിട്ടുമാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ജനുവരി 2024 കേസ് വെച്ച് നമ്മൾ നോക്കുകയായിരുന്നെങ്കിൽ നമുക്ക് $1 കിട്ടണമെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 83 രൂപ കൊടുക്കണമായിരുന്നു. ഏകദേശം അപ്രോക്സിമേറ്റ്ലി. സോ അതിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരാം. ഏകദേശം ഒരു 83 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് $1 കിട്ടുമായിരുന്നു. ബട്ട് നൗ
ഇപ്പോൾ ഈ ഡിസംബർ 2024 കേസ് എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ജനുവരി 2025 തുടക്കം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഇത് പറയുന്നത് ഒരു 85 അപ്രോക്സിമേറ്റ്ലി ഒരു 85 റുപ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് $1 കിട്ടൂ. ഇത് ഒരു പരിധി ആയപ്പോഴേക്കും 86 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോ ഈ ഒരു സെനാറിയോ ആണ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആസ് ഫാർ as ഇന്ത്യ is concerned, നമുക്ക് ഇത് ഈ ഒരു എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് 83 രൂപ കൊടുത്ത് $1 മേടിക്കുന്നതാണോ അതോ 85 രൂപ കൊടുത്ത് $1 മേടിക്കുന്നതാണോ ലാഭകരം എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 83 രൂപ കൊടുത്ത് $1 മേടിക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പൊ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡോളറിന്റെ ടേംസിലാണ് പേയ്മെന്റ് നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു? ഈ 83 രൂപ കൊടുത്ത് $1 മേടിക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാഭം, അല്ലെ? അപ്പോ ഈ 85 എന്ന് പറയുന്നത് നമുക്ക് അത്ര ലാഭകരമല്ല കമ്പാരിറ്റീവ്. ഇവിടെ പറയുന്ന വേറൊരു കാര്യമാണ്, നമ്മൾ ട്രേഡ് റിലേഷൻസിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ 83, 85 എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കറൻസിയുടെ വാല്യൂവിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. കാരണം 83 രൂപ കൊടുക്കുമ്പോൾ $1 കിട്ടിയിരുന്നെങ്കിൽ അന്ന് ഇന്ത്യയുടെ റുപ്പി എന്ന് പറയുന്നത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിരുന്നു. പക്ഷെ അത് 85 രൂപ കൊടുത്താൽ മാത്രമേ $1 കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് വരുമ്പോഴേക്കും ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ അതനുസരിച്ചിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പർച്ചേസിങ് പവർ അതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഒരു സാധനം നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കറൻസിയുടെ വാല്യൂ അവിടെ വീക്കൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഇത് ചിലപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കാം. ഇന്റർനാഷണൽ സെനാറിയോയിലെ ഫ്ലക്ച്വേഷൻസും ഷോക്സും ഒക്കെ കാരണം ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് ഇക്കോണമിയുടെ തന്നെ പ്രോബ്ലംസ് ഒക്കെ കൊണ്ടിട്ട് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കാം. ചില സമയത്ത് നമ്മുടെ ഗവൺമെന്റ് ഡെലിബറേറ്റ് ആയിട്ട് നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയ്ക്കാം. ഗവൺമെന്റ് ഇൻ കണക്ഷൻ വിത്ത് RBI ഡെലിബറേറ്റ് ആയിട്ട് നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയ്ക്കാം. അപ്പൊ അതിലേക്കൊക്കെയാണ് നമ്മൾ ഇന്ന് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കറൻസിയുടെ വാല്യൂ എന്തായാലും കുറയുന്നു എന്ന് വിചാരിക്കാം. നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുന്നു, അതായത് 83 രൂപ കൊടുത്ത് നമ്മൾ $1 മേടിക്കുന്ന അവസ്ഥയിൽ നിന്ന് 85 റുപ്പീസ് കൊടുത്തിട്ടേ $1 കിട്ടുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ കറൻസിയുടെ വാല്യൂ അവിടെ കുറയുന്നു എന്നുള്ളതാണ്. സോ ഇതിനെ നമുക്ക് ഡെപ്രീസിയേഷൻ എന്ന് വിളിക്കാം. ഈ ഒരു മൂവ്മെന്റിനെ നമുക്ക് ഡെപ്രീസിയേഷൻ എന്ന് വിളിക്കാം. ഡെപ്രീസിയേഷൻ. ഓക്കെ, സോ ഈ ഒരു ഡെപ്രീസിയേഷന്റെ ടേംസിലാണ് നമ്മൾ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഡെപ്രീസിയേഷൻ സംഭവിച്ചാൽ നമ്മുടെ ട്രേഡിന് എന്താണ് സംഭവിക്കുന്നത്? ഡെപ്രീസിയേഷൻ സംഭവിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അത് എപ്പോൾ കിട്ടും? ഇന്ന് കിട്ടുമോ, നാളെ കിട്ടുമോ, മറ്റന്നാൾ കിട്ടുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ജെ കർവ് പറയുന്നതും ഇത് തന്നെയാണ്. ഇപ്പൊ ജെ കർവ് പറയുകയാണ് ഡെപ്രീസിയേഷൻ സംഭവിച്ചു എന്ന് വിചാരിക്കാം. അതായത് ഡെപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഡെപ്രീസിയേഷൻ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ദ വാല്യൂ ഓഫ് അവർ കറൻസി ഇസ് കമ്മിങ് ഡൗൺ. വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി ഇൻ ടേംസ് ഓഫ് അവർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ഇന്ത്യൻ റുപ്പി. ഓക്കെ, ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ അവിടെ കുറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഇത് തീർച്ചയായിട്ടും എക്സ്പോർട്ടിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇമ്പോർട്ടിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പൊ എക്സ്പോർട്ട് നമ്മൾ നടത്തുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എക്സ്പോർട്ട് റിസീറ്റ്സ് കിട്ടും, ഇമ്പോർട്ട് നമ്മൾ നടത്തുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇമ്പോർട്ട് പേയ്മെന്റ്സ് കൊടുക്കണം. ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതാണ്, അല്ലെ? അപ്പോൾ ഞാൻ പറഞ്ഞു ഡെപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എക്സ്പോർട്ടിനെയും ഇമ്പോർട്ടിനെയും ബാധിക്കും എന്ന് പറഞ്ഞു. ഇതിനെ എങ്ങനെയാണ് എക്സ്പോർട്ടിനെ ബാധിക്കുന്നത്, എങ്ങനെയാണ് ഇമ്പോർട്ടിനെ ബാധിക്കുന്നത് എന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ എക്സ്പോർട്ടിനെ ബാധിക്കുന്നത് ആദ്യം നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ 83 രൂപ ആയിരുന്നു $1 ഇക്വലന്റ് ആയിട്ടുള്ള വാല്യൂ. ഇപ്പോ 85 രൂപയാണ് $1 ഇക്വലന്റ് ആയിട്ടുള്ള വാല്യൂ. സോ ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് വി കോൾ as ഡെപ്രീസിയേഷൻ, അല്ലെ? അപ്പൊ എക്സ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുമ്പോൾ
നമ്മുടെ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി കുറയുന്ന അവസ്ഥ, വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി കുറയും. ഓക്കെ, അപ്പോൾ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി കുറയുന്നു എന്ന് പറയുമ്പോൾ എന്താണ്, നേരത്തെ ഫോറിനേഴ്സ് നമ്മുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്ക് തരേണ്ടിയിരുന്ന ആ $1, isn't it? ആ $1 നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഇക്വലന്റ്, നമ്മുടെ കറൻസിയുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എത്രയാണ്, 83 രൂപ അല്ലെ? അപ്പൊ ഇത് നമ്മുടെ എക്സ്പോർട്ടിംഗ് കമ്മോഡിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇത് കാരണം നമ്മുടെ ഗുഡ്സ് ആർ ചീപ്പർ ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്. നമ്മുടെ ഗുഡ്സ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ് എന്താണ്, ചീപ്പർ ആണ്, ചീപ്പർ ആവുകയാണ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ നമ്മുടെ ഗുഡ്സ് ചീപ്പർ ആകും. അപ്പൊ നമ്മുടെ ഗുഡ്സ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ചീപ്പർ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഫോറിനേഴ്സ് കൂടുതൽ കമ്മോഡിറ്റി നമ്മുടെ ഗുഡ്സ് മേടിക്കും. ഫോറിനേഴ്സ് ബൈ മോർ ഇന്ത്യൻ ഗുഡ്സ്. അപ്പൊ ഇന്ത്യൻ ഗുഡ്സ് കൂടുതലായിട്ട് ഫോറിനേഴ്സ് മേടിക്കുന്നു. അപ്പോൾ എന്താണ്, നമ്മുടെ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി കുറഞ്ഞത് കൊണ്ട് തന്നെ അവരുടെ ഫോറിൻ കറൻസിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് കുറച്ച് പൈസ കൊടുത്താൽ തന്നെ നമ്മുടെ കമ്മോഡിറ്റി അവർക്ക് കിട്ടുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുഡ്സ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ്, നമ്മുടെ ഗുഡ്സ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ് ഇറ്റ്സ് ഗെറ്റിംഗ് ചീപ്പർ ആയിട്ട് വരുന്നു. ഇന്ത്യൻ ഗുഡ്സ് ഇൻ ഇന്റർനാഷണൽ മാർക്കറ്റ് ഇസ് ഗെറ്റിംഗ് ചീപ്പർ. അതുകൊണ്ട് ഫോറിനേഴ്സിന് കുറച്ച് പൈസ കൊടുത്താൽ തന്നെ നമ്മുടെ ഗുഡ്സ് മേടിക്കാൻ പറ്റും. അപ്പോൾ എന്ത് സംഭവിക്കും, കുറച്ച് പൈസ കൊടുത്താൽ നമ്മുടെ ഗുഡ്സ് മേടിക്കാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആസ് പെർ ലോ ഓഫ് ഡിമാൻഡ് അവിടെ കൂടും. പ്രൈസ് കുറയുന്നു. പ്രൈസ് കുറയുമ്പോൾ നമുക്ക് കൂടുതൽ സാധനങ്ങൾ മേടിക്കാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ നമ്മുടെ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് അവിടെ കൂടുകയും ഇത് കാരണം നമ്മുടെ എക്സ്പോർട്ട് റെസീറ്റ്സ് അവിടെ കൂടാൻ ഉള്ള ടെൻഡൻസി വരും. എങ്ങനെയാണ്, നമ്മുടെ എക്സ്പോർട്ടിന്റെ കേസിലാണ് നോക്കുന്നത്. ഡെപ്രീസിയേഷൻ വരുമ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കുറയുന്നു. ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കുറയുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ കമ്മോഡിറ്റി ഫോറിൻ മാർക്കറ്റിൽ ചീപ്പർ ആകുന്നു. കുറച്ച് കാശ് മുടക്കിയിട്ട് തന്നെ ഇന്ത്യൻ ഗുഡ്സ് മേടിക്കാനുള്ള ഒരു അവസ്ഥ, അന്തരീക്ഷം ഫോറിൻ ഇക്കോണമീസിൽ വരുന്നുണ്ട്. അപ്പൊ അത് കാരണം ഫോറിനേഴ്സിന് ഇന്ത്യൻ ഗുഡ്സിന്റെ വില നോക്കുമ്പോൾ അത് ചീപ്പറായിട്ട് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ കൂടുതൽ ഇന്ത്യൻ ഗുഡ്സ് മേടിക്കുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എക്സ്പോർട്ട് റെസീറ്റ്സ് കൂടുന്നു. സോ ദിസ് ഇസ് എ ഗുഡ് തിങ്. ഇതൊരു നല്ല കാര്യമാണ്. ഇതെങ്ങനെയാണ് ഇനി ഇമ്പോർട്ടിനെ ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഡെപ്രീസിയേഷന്റെ കാര്യം തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇത് ഇമ്പോർട്ടിനെ ബാധിക്കുന്ന രീതി നോക്കുകയാണ്. അപ്പൊ അഗൈൻ സിമിലർലി വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി ഇവിടെ കുറയുകയാണ്. വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി അതായത് റുപ്പി ഇതിവിടെ ഫോൾ ചെയ്യുകയാണ്. അപ്പോ നമുക്ക് എന്താണ് ബെനിഫിറ്റ്? ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്പോർട്ട് പേയ്മെന്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതൽ കാശ് ഇമ്പോർട്ടിലേക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, isn't it? സോ ഇമ്പോർട്ട് പേയ്മെന്റ്സിലേക്ക് വരുമ്പോൾ നമുക്ക് ഇമ്പോർട്ട് കോസ്റ്റ്ലിയർ ആയിട്ട് നമുക്ക് തോന്നും. കാരണം നേരത്തെ 83 രൂപ മാത്രം കൊടുത്താൽ $1 ഇക്വലന്റ് ആയിട്ടുള്ള ഒരു കമ്മോഡിറ്റി നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആസ് എ റിസൾട്ട് ഓഫ് ഡെപ്രീസിയേഷൻ 85 രൂപ കൊടുത്താൽ മാത്രമേ ആ ഒരു ഗുഡ് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇമ്പോർട്ട് പേയ്മെന്റ്സ് നമുക്ക് കൂടും. കാരണം ഇമ്പോർട്ട് ഈസ് ഗെറ്റിംഗ് കോസ്റ്റ്ലിയർ. ഇത് കോസ്റ്റ്ലിയർ ആയിട്ട് വരുന്നുണ്ട്. സോ ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമല്ല. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ എക്സ്പോർട്ടിനെ ഇമ്പോർട്ടിനെ നമ്മുടെ ഡെപ്രീസിയേഷൻ ബാധിക്കുന്നത്. പക്ഷെ നമ്മൾ യൂഷ്വലി മെയിൻലി നമ്മുടെ ഡെലിബറേറ്റ് ആയിട്ട് നമ്മുടെ ഗവൺമെന്റും RBIയും കൂടി എന്തുകൊണ്ടാണ് നമ്മുടെ കറൻസിയുടെ വാല്യൂ ഇന്റർനാഷണൽ മാർക്കറ്റിൽ കുറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് എക്സ്പോർട്ട് റെസീറ്റ് കൂട്ടാനാണ്. ഡെഫിനറ്റ്ലി അത് ഇമ്പോർട്ട് പേയ്മെന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്നു, നമുക്ക് ഒരു പ്രോബ്ലമാറ്റിക് ഇഫക്റ്റ് കൊണ്ടുവരുന്നു. പക്ഷെ ഇതെല്ലാം തന്നെ വരുന്നത് ഒരു ലാഗോട് കൂടിയിട്ടാണ്. അപ്പൊ ഇന്ന്
നമുക്ക് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറച്ചു എന്ന് പറഞ്ഞിട്ട് ഡീവാല്യൂഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ എക്സ്പോർട്ട് നാളെ കൂടണം എന്നില്ല, എക്സ്പോർട്ട് റിസീറ്റ്സ് മറ്റന്നാൾ കൂടണം എന്നില്ല, ഇല്ലേ? ഇതൊരു ലാഗോട് കൂടിയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മളെപ്പോഴും ഡെലിബറേറ്റ് അറ്റംപ്റ്റ് നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ അത് നടത്തുന്നത്. അപ്പൊ ജെ കർവ് പറയുന്ന ഇതാണ്, ട്രേഡ് ബാലൻസ് ഡെപ്രീസിയേഷന്റെ ഇമ്പാക്ട് എങ്ങനെയാണ് ട്രേഡ് ബാലൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇത് പറയുന്നത് ഇംപ്രൂവ്മെന്റ് നടക്കുന്നതിന് മുമ്പ് ആക്ച്വലി ആദ്യം ഡെപ്രീസിയേഷൻ നടന്ന ഉടനെ സംഭവിക്കുന്നത് നമ്മുടെ ട്രേഡ് ബാലൻസ് വേഴ്സൺ ചെയ്യുകയാണ്. ഈ വേഴ്സൺ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബെനിഫിറ്റ് ട്രേഡ് ബാലൻസിൽ കാണാൻ പറ്റും. സോ ഞാൻ ഇത് ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷനിലൂടെ മനസ്സിലാക്കി തരാം. അപ്പൊ ഇത് നമ്മുടെ എക്സ് ആക്സിസിൽ എടുക്കുന്നത് ടൈം ആണ്, ടൈം. വൈ ആക്സിസിൽ എടുക്കുന്നത് കറണ്ട് അക്കൗണ്ട് ബാലൻസ്. ഓക്കെ, ഇവിടെ നമുക്കൊരു പോസിറ്റീവ് ക്വാഡ്രന്റും ഉണ്ട്, ഒരു നെഗറ്റീവ് ക്വാഡ്രന്റും ഉണ്ട്. സോ ദിസ് ഈസ് ഒറിജിൻ കോൾ 0. സോ ഇതാണ് ഒറിജിൻ. ഇവിടെ നിന്ന് നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും നമുക്ക് ഉണ്ട്. ഇൻ ദ സെനാരിയോ പോസിറ്റീവ് ക്വാഡ്രന്റ്, ഇത് നമ്മുടെ നെഗറ്റീവ് ക്വാഡ്രന്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു പോയിന്റ് വരെ നമ്മൾ സാധാരണഗതി പൊക്കോണ്ടിരിക്കുകയാണ്. പോയിന്റ് എക്സ് വരെ നമ്മൾ സാധാരണഗതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. പോയിന്റ് എക്സ് ആയപ്പോഴേക്കും വാട്ട് ദ ഗവൺമെന്റ് വാസ് ഗോയിങ് ഫോർ ഇസ് ദാറ്റ് ദ ഗവൺമെന്റ് വാസ് ഗോയിങ് ഫോർ സം ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു മേക്ക് സം ചേഞ്ച് ഇൻ ദ കറൻസി ഓഫ് ദ കൺട്രി. ആ കറൻസിയുടെ വാല്യൂവിൽ ഒരു റിഡക്ഷൻ ഗവൺമെന്റ് നടത്തിയെന്ന് വെച്ചു, ഡീവാല്യൂഷൻ നടത്തിയെന്ന് വെച്ചു. അതല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കറൻസിയുടെ വാല്യൂ അവിടെ കുറഞ്ഞെന്ന് വിചാരിക്കാം, അതായത് ഡെപ്രീസിയേഷൻ നടന്നെന്ന് വിചാരിക്കാം. അപ്പോൾ വാട്ട് എവർ ഇറ്റ് ഈസ്, കറൻസിയുടെ വാല്യൂ അവിടെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ പോയിന്റ് എക്സിലാണ് നമ്മൾ ഡെപ്രീസിയേഷൻ വരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഡെപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കറൻസിയുടെ വാല്യൂ അവിടെ കുറഞ്ഞു. അങ്ങനെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ഡീവാല്യൂഷൻ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ട്രേഡ് ബാലൻസ് പോസിറ്റീവ് ക്വാഡ്രന്റിലേക്ക് വരണം എന്നില്ല, നമുക്ക് ഫേവറബിൾ ആയിട്ട് വരണം എന്നില്ല. ആദ്യം ഇത് എക്സിൽ നിന്നും വൈയിലേക്ക് മൂവ് ചെയ്യുന്നു. അതായത് ആദ്യം ഒരു ഡെഫിസിറ്റിൽ നിന്നും കൂടുതൽ ഡെഫിസിറ്റിലേക്ക്, അൺഫേവറബിൾ സിറ്റുവേഷൻ ആണ്. എക്സ് എന്ന് പറയുന്നത് ഓൾറെഡി അൺഫേവറബിൾ സിറ്റുവേഷൻ ആണ്, ബിക്കോസ് ഇത് നെഗറ്റീവ് ക്വാഡ്രന്റിലാണ് ഇരിക്കുന്നത്. ഈ ഒരു നെഗറ്റീവ് ക്വാഡ്രന്റിൽ നിന്നും മോർ നെഗറ്റീവ് ആയിട്ടുള്ള വൈ എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് ആദ്യം പോകുന്നത് നമ്മുടെ ഇക്കോണമി, നമ്മുടെ കറണ്ട് അക്കൗണ്ട് ബാലൻസ്. അവിടെ നിന്ന് മാത്രമേ പിന്നീട് ഇസഡിലേക്ക് പോകത്തുള്ളൂ, വിച്ച് ഈസ് ആക്ച്വലി സംതിങ് ദാറ്റ് ഫോൾസ് ഓൺ എ പോസിറ്റീവ് ക്വാഡ്രന്റ്. ഈ വൈയിൽ നിന്നും ഇസഡിലേക്ക് പോകാനായിട്ട് കുറച്ച് ടൈം ലാഗ് വരുന്നുണ്ട്. സോ സി, നമ്മുടെ എക്സ് ആക്സിസ് ടൈം ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് എക്സ് എന്ന് പറയുന്ന പോയിന്റിലുള്ള അത് റെപ്രസെന്റ് ചെയ്യുന്ന ടൈം, ആൻഡ് വൈ ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ ടൈം. സെഡിലേക്ക് പോവാൻ ഇത്രയും സമയം എടുക്കുന്നുണ്ട്. സോ എക്സിൽ നിന്നും സെഡിലേക്ക് ഡയറക്റ്റ് ആയിട്ടല്ല പോകുന്നത്, അതിന് മുന്നേ വൈ എന്ന് പറയുന്ന ഒരു അൺഫേവറബിൾ സിറ്റുവേഷനിലേക്ക് നമ്മൾ വരുന്നത്. ഇതെന്തുകൊണ്ടാണ് ഡെപ്രീസിയേഷൻ നടന്ന ഉടനെ നമുക്കൊരു ഫേവറബിൾ ഇമ്പാക്ട് നമ്മുടെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് കാണാൻ കഴിയാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. ആദ്യമായിട്ട് തന്നെ ഇത് നടക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷൻസ്. നമ്മുടെ ഇക്കോണമി അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമിയുടെ കേസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് എന്താണ് ട്രേഡ് എഗ്രിമെന്റ്സിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ട്രേഡ് എഗ്രിമെന്റ്സ് എപ്പോഴെങ്കിലും നമ്മൾ ഒരു നേഷനുമായിട്ട് ട്രേഡ് എഗ്രിമെന്റിൽ ഏർപ്പെടുമ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്കാണ് ഈ ഒരു എഗ്രിമെന്റ് വാലിഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ കേസ് എടുക്കുമ്പോൾ നമ്മൾ പറയാം ഇത്ര വർഷത്തേക്ക് ഇത്ര രൂപയ്ക്ക് അല്ലെങ്കിൽ ഇത്ര ഡോളേഴ്സിന് നമ്മൾ മോസ്റ്റ്ലി ഇൻ ടേംസ് ഓഫ് ഡോളേഴ്സ് ഇത്ര ഡോളേഴ്സ് പെർ യൂണിറ്റിന് നമ്മൾ സാധനം നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കും. ഇത്ര ക്വാണ്ടിറ്റി എല്ലാം സ്പെസിഫൈ മേടിക്കും. സോ whenever we enter into an agreement with some foreign nation, we ensure that all the specifications are done there in the agreement. Specification regarding quantity, price, അതേപോലെ തന്നെ ഇത് എത്ര നാളത്തേക്ക് വാലിഡ് ആയിരിക്കും എന്നുള്ള രീതിയിലുള്ള എല്ലാ സ്പെസിഫിക്കേഷൻസും അവിടെ നടത്തിയിട്ടാണ് ഈ ട്രേഡ് അഗ്രിമെന്റിൽ നമ്മൾ ഏർപ്പെടുന്നത്.
അപ്പൊ ഇന്ന് പെട്ടെന്ന് ഡെപ്രീസിയേഷൻ സംഭവിച്ചു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഒരു ആഴ്ച എടുത്തു നോക്കുമ്പോൾ എക്സ്ചേഞ്ച് റേറ്റിന് വന്ന മാറ്റം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഒരു ഡെപ്രീസിയേഷൻ ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് എന്ന് വിചാരിക്കും. എന്ന് വിചാരിച്ച് ഈ ട്രേഡ് അഗ്രിമെന്റ് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. ഈ ട്രേഡ് അഗ്രിമെന്റ് എത്ര നാൾ നിലനിൽക്കുന്നു അത് അത്രയും നാള് അങ്ങനെ തന്നെ നിലനിൽക്കും. അതിന്റെ വാലിഡിറ്റി എത്ര നാളത്തേക്കുണ്ടോ അത്ര നാൾ ഈ ട്രേഡ് അഗ്രിമെന്റ് അങ്ങനെ തന്നെ പോകും. പ്രൈസ് ഒന്നും മാറ്റാൻ പറ്റത്തില്ല. ബിക്കോസ് ദിസ് ഇസ് ബൈൻഡിങ്. നമുക്ക് ഒരു ഒബ്ലിഗേഷൻ ഉണ്ട്. ആ എഗ്രിമെന്റ് പറഞ്ഞ എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ നമ്മൾ നേരത്തെ ഉറപ്പ് വരുത്തിയാണ് നമ്മൾ സൈൻ ചെയ്തത്. സോ ഫോർ ദ സെയിം റീസൺ നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രിക്ഷണൽ ആസ്പെക്ട്സ് കാരണം ആദ്യം ഒരു ഡിറ്റീരിയറേഷൻ, അല്ലെങ്കിൽ ആദ്യം ഒരു ഫോൾ, അല്ലെങ്കിൽ ആദ്യം ഒരു നെഗറ്റീവ് കൈൻഡ് ഓഫ് മൂവ്മെന്റ് ആയിരിക്കും നമ്മുടെ കറണ്ട് അക്കൗണ്ട് ബാലൻസ് നടത്തുക സൂൺ ആഫ്റ്റർ സംതിങ് കോൾഡ് ഡെപ്രീസിയേഷൻ. ഇനി ഈ ജെ കർവിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മറ്റ് പല മേഖലകളിലും നമുക്ക് കാണാൻ പറ്റും. അത് ട്രേഡിൽ മാത്രമല്ല, ഇപ്പോ നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിൽ, അതേപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ, അങ്ങനെ ഒരുപാട് ഏരിയാസിൽ നമുക്കിത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് മനസ്സിലാക്കണം. സോ ഞാനിപ്പോ നിങ്ങൾക്ക് അതർ ഏരിയാസ് വരെ ജെ കർവ്സ് വുഡ് ബി യൂസ്ഡ്, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിന്റെ സെനാറിയോ എടുക്കാം. അപ്പൊ ജസ്റ്റ് നിങ്ങൾ അസ്യൂം ചെയ്യുകയാണ് നിങ്ങൾ ഒരു കമ്പനി തുടങ്ങുക. സോ ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. നിങ്ങളൊരു കമ്പനി തുടങ്ങി. ഓക്കെ, സോ നിങ്ങളൊരു കമ്പനി തുടങ്ങി. ജസ്റ്റ് ഇതൊരു പുതിയൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ഫ്രം യുവർ സൈഡ്. സോ നിങ്ങളൊരു കമ്പനി തുടങ്ങുമ്പോൾ സിൻസ് യു ആർ നോട്ട് ഫേമസ്, നിങ്ങൾ ഫേമസ് അല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഈ കമ്പനിയെ പറ്റിയിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ പറ്റിയിട്ടും ഒന്നും ആർക്കും അറിയത്തില്ല. അപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ കമ്പനി, ഇങ്ങനെ ഒരു കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ആദ്യം ആൾക്കാരെ അവരുടെ അടുത്ത് പറയണം, അവരെ അവെയർ ആക്കണം. എന്നിട്ട് നിങ്ങളുടെ കമ്പനി എന്ത് പ്രോഡക്റ്റ് ആണ് വിൽക്കുന്നത്, നിങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് മറ്റ് കമ്പനീസിന്റെ പ്രോഡക്റ്റിൽ നിന്ന് ഡിഫറെന്റ് ആവുന്നത്, എന്തുകൊണ്ടാണ് കൺസ്യൂമേഴ്സ് നിങ്ങളുടെ കമ്പനിയുടെ പ്രോഡക്റ്റ് മേടിക്കേണ്ടത്, ഇങ്ങനെ കുറെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആസ് എ കമ്പനി ഓണർ ഷുഡ് മേക്ക് ദ പബ്ലിക് അവെയർ, അല്ലെ? അപ്പോ ഈ കമ്പനി ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കുറെ കോസ്റ്റ് ഇൻകർ ചെയ്യും. അപ്പൊ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് കോസ്റ്റ് ഇൻകർ ചെയ്യും. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസസ് കാണും. പിന്നെ ക്യാമ്പയിനിങ് ഒക്കെ നടത്തിയിട്ട് ആൾക്കാരിലേക്ക് കാര്യങ്ങൾ അവര് മനസ്സിലാക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ കുറെ വെഞ്ചേഴ്സ് നിങ്ങൾ എടുക്കും, കുറെ അറ്റംപ്റ്റ്സ് നിങ്ങൾ എടുക്കും, കുറെ മെത്തേഡ്സ് നിങ്ങൾ യൂസ് ചെയ്യും. അപ്പോ ഈ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കോസ്റ്റ് ഇൻവോൾവ് ആവുന്നുണ്ട്, പക്ഷെ അത്ര കണ്ട് ബെനിഫിറ്റും കിട്ടത്തില്ല. സോ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുറവാണ് തുടക്കത്തിൽ. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് നിങ്ങൾക്ക് ത്രൂ ഔട്ട് നിങ്ങളുടെ ബെനിഫിറ്റ് കുറഞ്ഞിരിക്കും എന്നല്ല അതിൻ്റെ അർത്ഥം. സോ വൺസ് യു ഹാവ് എ ഫൂട്ടിങ്, നിങ്ങൾ ഓൾറെഡി മാർക്കറ്റിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോയ വരുമാനമൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പൈസയൊക്കെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഈ ബെനിഫിറ്റ് കുറയുന്നു എന്ന് പറയുന്നത് only till a period, only till a particular point or a particular period of time. അത് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. അപ്പൊ തുടക്കക്കാർക്ക് പെട്ടെന്ന് പ്രോഫിറ്റ് നേടിയെടുക്കാൻ പറ്റത്തില്ല. ഒള്ളി അവരെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. ആദ്യം നിങ്ങൾക്ക് നെഗറ്റീവ് റിട്ടേൺസ് ആയിരിക്കും കിട്ടുന്നത്, ആദ്യം നിങ്ങൾക്ക് മൊത്തം ലോസ് ആയിരിക്കും. പക്ഷെ പതിയെ നിങ്ങൾ പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളെ ബെനിഫിറ്റും കൂടിക്കൊണ്ടേയിരിക്കും. സോ ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. നമ്മൾ പറഞ്ഞ ജേക്കബിന്റെ അതേ ഇമ്പാക്ട് ആണ്. അപ്പൊ ജേക്കബില് ഇങ്ങനെ എടുക്കുന്നു, ഇവിടെ ടൈം എടുക്കുന്നു, ഇവിടെ നമ്മൾ റിട്ടേൺസ് എടുക്കുന്നു. ആദ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? നിങ്ങൾ ആദ്യം ഇവിടെ ആയിരിക്കും, ഇവിടെ നിന്ന് വീണ്ടും താഴോട്ട് വരും. സോ ഇത് എക്സ്, ഇവിടെ വൈ, റിട്ടേൺസ് കുറയുന്നു. പതുക്കെയാണ് നിങ്ങൾ എവിടെ എത്തുന്നത്? സെഡ് എന്ന് പറഞ്ഞ ഈ പോയിന്റിൽ എത്തുന്നത്. സോ ഓവർ എ പീരീഡ് ഓഫ് ടൈം. സോ നേരത്തെ പറഞ്ഞ ഡെപ്രീസിയേഷൻ നടക്കുമ്പോൾ ആദ്യം പെട്ടെന്ന് കറണ്ട് അക്കൗണ്ട് ബാലൻസ് പോസിറ്റീവ് ആവില്ല. ആദ്യം അത് നെഗറ്റീവിൽ നിന്ന് വീണ്ടും നെഗറ്റീവിലേക്കാണ് വരുന്നത്, പിന്നീടാണ് അത് പോസിറ്റീവിലേക്ക് പോകുന്നത്, അല്ലെ? അപ്പൊ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിന്റെ കേസ് ഞാൻ പറഞ്ഞതുപോലെ ആദ്യം നിങ്ങൾക്ക് ഒരുപാട് ലോസസ് ഉണ്ട്, ആദ്യം നിങ്ങൾക്ക് ഒരുപാട് കോസ്റ്റ് ഉണ്ട്, ഒരുപാട് മാനേജ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ഫണ്ട് ചെയ്യുന്നുണ്ട്.
ഇനിഷ്യൽ ലോസ് എന്ന് പറഞ്ഞാൽ എന്നും ലോസ് എന്നല്ല. ഇനിഷ്യൽ ലോസ് after a particular period of time that will be leading to profit. നിങ്ങൾ അന്ന് വരെ കിട്ടാത്ത ഗെയിൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പിന്നീട് കിട്ടാൻ പോകുന്നത് കുറെ നാൾ കഴിഞ്ഞിട്ട്. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ പൈസ കിട്ടുന്നു, നിങ്ങളുടെ കമ്പനി മറ്റ് കമ്പനികളെ ടേക്ക് ഓവർ ചെയ്യും, ചിലപ്പോൾ നിങ്ങൾ ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്സ് IPO ഒക്കെ ഓഫർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. ഓക്കെ, സോ ഇൻ ഷോർട്ട് ഇന്ന് നമ്മൾ പഠിച്ചത് ജെ കർവ് എന്താണെന്നാണ്. ജെ കർവ് ട്രേഡുമായിട്ട്, ഇന്റർനാഷണൽ ട്രേഡുമായിട്ട് നല്ല കണക്ഷൻ ഉള്ള ഒരു കോൺസെപ്റ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. ഒരു നേഷന്റെ കറൻസിയുടെ വാല്യൂ കുറയുമ്പോൾ അതെങ്ങനെയാണ് അതിന്റെ ട്രേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിന്റെ ട്രേഡ് ബാലൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിച്ചത്. സോ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തത് ഇതെങ്ങനെയാണ് എക്സ്പോർട്ടിനെ ബാധിക്കുന്നത്, എക്സ്പോർട്ട് റെസീറ്റ്സിനെ ബാധിക്കുന്നത്, എങ്ങനെയാണ് കറണ്ട് അക്കൗണ്ട് ബാലൻസിനെ ബാധിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ സോറി, ഇത് ആദ്യം നമ്മൾ ഡെപ്രീസിയേഷൻ ഒരു ഇക്കോണമിയിൽ വരുമ്പോൾ അതിന്റെ ഇമ്പാക്ട് നമ്മുടെ ട്രേഡ് ബാലൻസിനെ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത്. പിന്നീട് അത് ഗ്രാജുവലി പതിയെ ഓവർ എ പീരീഡ് ഓഫ് ടൈം അതിന് പോസിറ്റീവായിട്ട് നമ്മുടെ ട്രേഡ് ബാലൻസിനെ ബാധിക്കാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് ഗെയിൻ കിട്ടുന്നു. പക്ഷെ ഇതെല്ലാം സമയത്തിന്റെ ഒരു കളിയാണ് എന്ന് നമുക്ക് ഈ ജെ കർവ് ഇഫക്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും. സോ ജെ കർവ് ഇഫക്റ്റിന് മറ്റു പല യൂസസും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇക്വിറ്റി പ്രൈവറ്റ് ഇക്വിറ്റി വെഞ്ചറിലേക്കൊക്കെ പോകുമ്പോൾ ഇതിന്റെ സെയിം ആപ്ലിക്കേഷൻ, ജെ കർവിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ പറ്റുന്നു. അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. സോ അതായിരുന്നു ഇന്നത്തെ സെഷൻ. ഹോപ്പ് യു കുഡ് അണ്ടർസ്റ്റാൻഡ്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ആക്ച്വലി നമ്മുടെ ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആൻസേഴ്സ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ അവിടെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസും ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റും ഒക്കെ കിട്ടും. സോ ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേറെ കാര്യം നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് ഡിസ്കഷനിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ അതായിരുന്നു ഇന്നത്തെ സെഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം ആൻഡ് ഷെയർ ചെയ്യാം ഫോർ മോർ വീഡിയോസ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.